കർണൻ എപ്പോഴും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് വാല്യൂസ്, അദ്ദേഹത്തിന്റെ ദാനശീലം, അദ്ദേഹത്തിന്റെ സ്കിൽസ്, എത്രയൊക്കെ നമ്മൾ അദ്ദേഹത്തെ കൺഗ്രാച്ചുലേറ്റ് ചെയ്താലും പ്രോത്സാഹിപ്പിച്ചാലും മതിയാവാത്ത കാര്യം. അദ്ദേഹം ഒരു ഗ്രേറ്റ് വാരിയർ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈവൻ കർണന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഉദകക്രിയ ചെയ്യുന്നത്, ചിതയ്ക്ക് തീ കൊടുക്കുന്നതൊക്കെ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ തന്നെ യുദ്ധത്തിന് മുമ്പായിട്ട് പാണ്ഡവരുടെ പക്ഷത്തേക്ക് വരൂ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു തരാം, അങ്ങാണ് പിന്നീട് രാജാവ് എന്ന് പോലും പറയുന്നുണ്ട്. ദ്രൗപദിയിൽ പോലും ഒരു അവകാശം ഉണ്ടാവും, കാരണം പാണ്ഡവരുടെ ഭാര്യയാണ് ദ്രൗപദി. അപ്പൊ അവിടെ കർണൻ പറയുന്നത്, അവിടെയാണ് കർണൻ ഗ്രേറ്റ് ആവുന്നത്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് എന്നെ നോക്കാൻ ദുര്യോധനെ ഉണ്ടായിട്ടുള്ളൂ, അല്ലെ? എല്ലാരും അവഹേളിച്ച സമയത്ത്, എന്നെ മാറ്റി നിർത്തിയ സമയത്ത് അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം ഇത് അധർമ്മാണെന്ന്, പക്ഷെ എന്റെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അത് വലിയൊരു മനസ്സുള്ള ആൾക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ സാധിക്കും.